ഹൈ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിലെ രണ്ടാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 260-ലെ 3ഉം 4ഉം ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആൻഡ് ദ ലെങ്ത് ഓഫ് എ ബേസ് എഡ്ജ് ഈസ് 30 സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ് സർഫസ് ഏരിയ? അതായത് ഒരു സമചതുര സ്തൂപിക, അതിൻ്റെ പാർശ്വവശങ്ങളെല്ലാം സമഭുജ ത്രികോണങ്ങളാണ്. അതിൻ്റെ ബേസ്, പാദത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 30 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ആകെ ഉപരിതല പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപരിതല പരപ്പളവ് അഥവാ TSA കാണാൻ അറിയാം, ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ അറിയാം. എങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്? ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പരപ്പളവ് കൂട്ടണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഏരിയ കൂട്ടണം. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് 4 ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. സമചതുര പരപ്പളവിൻ്റെ കൂടെ ത്രികോണങ്ങളുടെ പരപ്പളവും കൂടെ കൂട്ടണം. ആദ്യം നമുക്ക് സമചതുര പരപ്പളവ് കാണാം. സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ വശം ഗുണം വശമാണ് അല്ലേ? 30 ഗുണം 30 എന്ന് പറഞ്ഞാൽ 3 ഗുണം 3 9 ആണ്. പിന്നെ 2 0 ഉണ്ട്. അത്രയും സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇനി ഏരിയ ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി നമുക്ക് 4 ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ അല്ലെ സമഭുജ ത്രികോണങ്ങളുടെ പരപ്പളവ് കാണണം. അപ്പോൾ ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 സമഭുജ ത്രികോണങ്ങളുടെ പരപ്പളവ് ആവുമല്ലോ. അപ്പോൾ 4 ഗുണം √3/4 a². ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് √3/4 a². ഈ 4ഉം 4ഉം വെട്ടിപ്പോയി. പിന്നെ ഒരു വശത്തിന്റെ നീളം 30 ആണല്ലോ. അപ്പോൾ √3 ഗുണം 30 ഗുണം 30. അപ്പോൾ എത്ര വന്നു? 3 ഗുണം 3 9 ആണ്. 2 0 √3 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതിയല്ലോ. അതായത് 900ഉം 900 √3യും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് കിട്ടും. 900 കോമൺ ആണ്. 900 × 1 + √3 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. പിന്നെ നമുക്ക് √3യുടെ വില ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാം. കഴിഞ്ഞ വർഷം വരെയും ഫ്രണ്ട് പേജിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കും. അവിടെ √2 √3 എന്നിവയുടെ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടെന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്യാം. 4ാമത്തെ ചോദ്യം ഇതാണ്: ദ പെരിമീറ്റർ ഓഫ് ദി ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 40 സെന്റിമീറ്റേഴ്സ് ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് ഈസ് 92 സെന്റിമീറ്റേഴ്സ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് സർഫസ് ഏരിയ. അതായത് ഒരു സമചതുര സ്തൂപികയുടെ പാദത്തിന്റെ ചുറ്റളവാണ് 40 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. ഇതിന്റെ വക്കുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 92 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ അതിന്റെ ആകെ ഉപരിതല പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്നും ഫിഗർ തന്നിട്ടില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒന്നും പടം തന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് 2 രീതിയിൽ വരയ്ക്കാമെന്ന് നമുക്കറിയാം. അത് മുകളിലേക്ക് ഇങ്ങനെ പിരമിഡ് ആയിട്ടിരിക്കുന്നതും അതിനെ തുറന്നു വെച്ച പടവും. ഇതിൽ ഏത് ഫിഗർ ഈ ക്വസ്റ്റ്യനിൽ വരയ്ക്കണം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്നത് വക്കുകളെല്ലാം കൂടെ കൂട്ടുമ്പം 92 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എഡ്ജുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 92 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡ്, അതിന് എത്ര എഡ്ജസ് ആ ഉള്ളത്? ബേസിൽ 4 എഡ്ജ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് 1 2 3 4. അപ്പൊ ബേസിലെ 4 എഡ്ജും ലാറ്ററൽ എഡ്ജ് 4 അപ്പൊ 4 4 8 എഡ്ജുകളെ ഉള്ളൂ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ നമ്മൾ കൗണ്ട് ചെയ്യുമ്പം കൂടുതൽ എണ്ണം വരും. കാരണം ഈ വര എല്ലാം നമ്മൾ ആഡ് ചെയ്തു പോകും. 1 2 3 4. പിന്നെ ഓരോന്നിലും 2 എണ്ണം എക്സ്ട്രാ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തു പോകും. അതായത് ടോട്ടൽ 12 കിട്ടും. അതുകൊണ്ട് ഈ ഒരു ഫിഗർ തെറ്റാണ്, അത് വരയ്ക്കരുത്. ഈ ഒരു ഫിഗർ തെറ്റാ, അത് വരയ്ക്കരുത്. ഇതാണ് കറക്റ്റ് ഫിഗർ. മനസ്സിലായല്ലോ? ഏത് ഫിഗർ വരയ്ക്കണം എന്നുള്ള ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പെരിമീറ്റർ ഓഫ് ദി ബേസ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചുറ്റളവാണ്. ഇത് സ്ക്വയറുമാണ്, സമചതുരമാണ്. അപ്പോൾ പെരിമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത്? 40 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ പെരിമീറ്റർ കാണുന്ന 4 വശങ്ങൾ കൂട്ടുമ്പോഴല്ലേ പെരിമീറ്റർ ആണ്, ചുറ്റുമുള്ള അളവുകൾ കൂട്ടുമ്പോഴാണ് ചുറ്റളവ് കിട്ടുന്നത്.
അതായത് ഒരു വശത്തിന് നമ്മൾ എ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ 4a അല്ലേ 40 സെന്റിമീറ്റർ. ഇപ്പൊ എ എത്രയാണ്? 40യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എന്താ? ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് ഈസ് 92 സെന്റിമീറ്റർ. ആകെ വക്കുകളുടെ നീളം 92 തന്നിട്ടുണ്ട്. ആകെ വക്കുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഈ ബേസ് എഡ്ജ്, അതായത് ചുറ്റളവ്, പാദത്തിന്റെ ചുറ്റളവും വരും, അതിന്റെ കൂടെ 4 പാർശ്വവക്കുകളും വരുമല്ലോ അല്ലെ. അപ്പോൾ എന്താ? പെരിമീറ്റർ ഓഫ് ദി ബേസ് പ്ലസ് 4 ലാറ്ററൽ എഡ്ജസ് ആണല്ലോ ഈ 92. ചുറ്റളവിന്റെ കൂടെ 4 പാർശ്വവക്കുകളും കൂടെ ചേരുമ്പോഴാണ് 92. നമുക്ക് ചുറ്റളവ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 40 അല്ലെ. ഇപ്പൊ ചുറ്റളവ് അല്ലെ പെരിമീറ്ററിന് പകരം 40ന്റെ കൂടെ 4 ലാറ്ററൽ എഡ്ജ്. 4 ലാറ്ററൽ എഡ്ജിന് നമ്മൾ ഏത് ആൽഫബറ്റാ കൊടുത്തത്? ഇ ആണ് കൊടുത്തത് അല്ലെ. 4e ആണ് 92. അപ്പോൾ 4e എന്ന് പറയുന്നത് എന്താ? 92 മൈനസ് 40 അല്ലേ. 92 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 52 അല്ലേ. അപ്പോൾ ഒരു ലാറ്ററൽ എഡ്ജുകളെല്ലാം, അതായത് പാർശ്വവക്കുകളെല്ലാം തുല്യമാണ്. അപ്പോൾ ഒരെണ്ണത്തിന്റെ കാണാൻ വേണ്ടിയിട്ട് 52നെ 4 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. 5-നകത്ത് 4 ഒരു പ്രാവശ്യം, മിച്ചം 1, 12-നകത്ത് 4 3 പ്രാവശ്യം. അപ്പോൾ 13 സെന്റിമീറ്റർ ആണ് ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഇറ്റ്സ് സർഫസ് ഏരിയ ആണ്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവാണല്ലോ കാണേണ്ടത്. ഉപരിതല പരപ്പളവ് കാണാൻ വേണ്ടി ഏരിയ ഓഫ് സ്ക്വയറും കാണണം. പിന്നെന്ത് വേണം? പ്ലസ് ഏരിയ ഓഫ് 4 ട്രയാങ്കിൾസും വേണം ആണല്ലോ. സമചതുരത്തിന്റെ പരപ്പളവിന്റെ കൂടെ 4 ത്രികോണങ്ങളുടെ പരപ്പളവും കണ്ടുപിടിക്കണമല്ലോ. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ വേണ്ടി ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബമാണെന്ന് നമുക്കറിയാം. അപ്പോൾ പാദമായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 10 സെന്റിമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 10 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ലംബം എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല. ഇതാണ് ലംബം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പൈതഗോറസ് തിയറം കൊടുക്കണം. കാരണം എന്താണ്? ഈ എത്ര കിട്ടി? 13 എന്ന് കിട്ടി അല്ലെ. ഇത് മട്ടത്രികോണമാണ്. ഇവിടെ എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഈ ഹൈറ്റിന് ഏത് ആൽഫബറ്റ്? സ്ലാൻ ഹൈറ്റ് ആണ് അല്ലെ. സ്ലാൻ ഹൈറ്റ് അഥവാ ചരിവ് ഉയരമാണ്. അതിന് L എന്നുള്ള ആൽഫബറ്റ് ആണ് നമ്മൾ കൊടുത്തത്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ? പൈതഗോറസ് തിയറം വെച്ചിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് 13 സ്ക്വയർ. അപ്പൊ L സ്ക്വയർ പ്ലസ് പാദം ഇത് മുഴുവൻ എടുക്കുന്നില്ലല്ലോ, മട്ടത്രികോണത്തിന്റെ ഇത്രയും ഭാഗമല്ലേ എടുക്കുന്നുള്ളൂ. അപ്പൊ 10ന്റെ പകുതി 5 സ്ക്വയർ ആണ് കർണം സ്ക്വയർ 13 സ്ക്വയർ. അപ്പൊ L സ്ക്വയർ പ്ലസ് 25 സമം 13ന്റെ സ്ക്വയർ 169. അപ്പൊ L സ്ക്വയർ ഈക്വൽ ടു 169ന്ന് 25 കുറയ്ക്കുക, അതായത് 144 കിട്ടിയല്ലോ. അപ്പൊ L എത്ര വന്നു? സ്ലാൻ ഹൈറ്റ് അഥവാ ചരിവ് ഉയരം എന്ന് പറയുന്നത് 144ന്റെ സ്ക്വയർ റൂട്ട് ആണ്. അത് 12 സെന്റിമീറ്റർ എന്ന് വന്നു. 12 ഗുണം 12 ആണ് 144. ഇനി നമുക്ക് ഈ 2 പരപ്പളവുകൾ ഏരിയകൾ കണ്ടുപിടിച്ച് കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് കിട്ടും. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? ഏരിയ ഓഫ് സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പരപ്പളവ് വശം ഗുണം വശമാണല്ലോ. അതായത് ഒരു വശം 10 ആണ്. 10 ഗുണം 10 ഇപ്പൊ 100 ചതുരശ്ര സെന്റിമീറ്റർ അഥവാ സ്ക്വയർ സെന്റിമീറ്ററിന് കിട്ടിയല്ലോ. ഇനി നമുക്ക് 4 ത്രികോണങ്ങളുടെ പരപ്പളവ് വേണം. 4 ഏരിയ ഓഫ് 4 ട്രയാങ്കിൾസ്, 4 ത്രികോണങ്ങളുടെ പരപ്പളവ്. ഒരെണ്ണത്തിന്റെ പരപ്പളവ് കാണാനായിട്ട് ഹാഫ് ഇൻറ്റു പാദം ഗുണം ഹാഫ് ഇൻറ്റു പാദം എ, അതായത് 10 ഗുണം സ്ലാൻ ഹൈറ്റ് L 12 ആണല്ലോ അല്ലെ. അതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 എണ്ണത്തിന്റെയും കൂടെ ഒന്നിച്ച് കിട്ടും. അപ്പൊ ഇവിടെ 2 12 ഗുണം 2 24 ഗുണം 10 240 സ്ക്വയർ
സെന്റിമീറ്റർ. ഇനി ഇതും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുമല്ലോ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് 100 പ്ലസ് 240. അപ്പം 340 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. 2 ചോദ്യങ്ങളും മനസ്സിലായല്ലോ. ഇനി 5ാമത്തെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഗതി കൂടി പറഞ്ഞു തരാം. അതായത് ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയയുടെ കൂടെ 4 ത്രികോണങ്ങളുടെ ഏരിയ കൂട്ടിയാൽ മതി എന്നറിയാം. സമചതുരത്തിന്റെ പരപ്പളവിന്റെ കൂടെ 4 ത്രികോണങ്ങളുടെ പരപ്പളവും കൂടെ കൂട്ടിയാൽ മതി എന്നറിയാം. ഇനി ഞാൻ സമവാക്യം ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. അപ്പൊ ഈ സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപികയുടെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള സമവാക്യം ഇക്വേഷനാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം നമ്മൾ എ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വശം ഗുണം വശം അഥവാ സൈഡ് ഇൻറ്റു സൈഡ് അല്ല എ ഇൻറ്റു എ അല്ല എ സ്ക്വയർ. ഇനി പ്ലസ് ഇനി 4 ത്രികോണങ്ങളുടെ പരപ്പളവുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു പാദം ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് വന്നിരിക്കുന്ന എ തന്നെയാണല്ലോ. ഹൈറ്റ് വന്നിരിക്കുന്ന നമ്മളിവിടെ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ആണ് അല്ലേ. സ്ലാൻ ഹൈറ്റ് അഥവാ ചരിവുയരമാണ്. അപ്പൊ ഈ 4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്തല്ലേ 4ന്റെ പകുതി എത്രയായിരുന്നു 2 വന്നല്ലോ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എന്തിൻ്റെതാ? സ്ക്വയർ പിരമിഡിന്റെ ആണ് അല്ലെ. ഈ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ് സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കാണാനുള്ള സമവാക്യം എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ 2AL. ഈ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതി കണ്ടുപിടിച്ചാലും മതി. എ എന്താണ്? ബേസിന്റെ നീളമാണ്, പാദവക്കിന്റെ നീളമാണ്. എൽ എന്ന് പറയുന്നത് ചരിവുയരം അഥവാ സ്ലാൻ ഹൈറ്റ്. എ എന്ന് പറയുന്നത് ബേസ് എഡ്ജ് അഥവാ പാദവക്ക്. എൽ എന്ന് പറയുന്ന സ്ലാൻ ഹൈറ്റ് അഥവാ ചരിവുയരം. ക്ലിയർ ആയാലും ഇപ്പൊ ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ഫോർമുല വെച്ച് ചെയ്യണം എന്നുള്ളവർ മാത്രം, അല്ലാത്തവർ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇപ്പൊ ഈ ഫോർമുല കാണാതെ പഠിക്കേണ്ട ആവശ്യം വരികയില്ല. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ചെയ്യാം. 5ാമത്തെ ചോദ്യം ഇതാണ്. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ദ ബേസ് ഏരിയ. ബേസ് ഏരിയ പാദപരപ്പളവും പാർശ്വ പരപ്പളവും തുല്യമായിട്ടുള്ള ഒരു സമചതുര സ്തൂപിക നിർമ്മിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ബേസ് ഏരിയ അഥവാ പാദപരപ്പളവ് എന്താണ്? നമുക്കറിയാം എ ഇൻറ്റു എ അഥവാ എ സ്ക്വയർ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വ പരപ്പളവ്. ലാറ്ററൽ സർഫസ് ഏരിയ LSA എന്ന് കൊടുക്കാം. പാർശ്വ പരപ്പളവ് എന്ന് പറയുമ്പം ഈ 4 മുഖങ്ങളുടെ പരപ്പളവാണ്. ഇത് വരികയല്ല, ഈ ബേസ് വരികയല്ല. പാർശ്വവശങ്ങൾ മാത്രം എടുത്ത്, അതായത് 4 ത്രികോണങ്ങളുടെ പരപ്പളവുകൾ മാത്രമാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ ആണല്ലോ. അപ്പൊ 4 ഇൻറ്റു ഒരു ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെ, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? എ ആണ്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബമാണ്. ആ ലംബം എന്താണ്? L ആണ് അല്ലെ. വരച്ച് കാണിക്കാം. ഇതാണല്ലോ സ്ലാൻ ഹൈറ്റ് അല്ലെ. സ്ലാൻ ഹൈറ്റിനാണല്ലോ നമ്മൾ L എന്നുള്ള ആൽഫബറ്റ് കൊടുക്കുന്നത്. ഇനി ഈ 2ഉം 4, അതായത് 4/2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2AL എന്ന് കിട്ടിയല്ലോ.
ഇനി ഇത് രണ്ടും തുല്യമായിട്ട് ഒരു സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തുല്യമായിട്ട് എടുത്താൽ എ സ്ക്വയർ ഈക്വൽ ടു 2AL എന്ന് വരുമല്ലോ അല്ലേ. അപ്പോൾ L ഈക്വൽ ടു എന്തെഴുതാം, എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2A എന്ന് എഴുതാമല്ലോ. ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 2A ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഡിവിഷനായി. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A ഇൻറ്റു A ആണ് ബൈ 2A. ഒരു A ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ A/2 എന്ന് കിട്ടിയല്ലോ. അതായത് സ്ലാൻ ഹൈറ്റ് A/2 ആകും എപ്പം ഇത് രണ്ടും തുല്യമായാൽ. അതായത് ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും തുല്യമായാൽ, പാദപരപ്പളവും പാർശ്വപരപ്പളവും തുല്യമായാൽ എല്ലാം ചരിവുയരവും A/2 ബേസിന്റെ പകുതിയും തുല്യമായിരിക്കും. ഇനി ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കേ, ഇവിടെ ചരിവുയരമാണ് L, ഈ സ്തൂപികയുടെ ഉയരമാണ് H. അതായത് ഈ ശീർഷത്തിൽ നിന്ന് പാദത്തിന്റെ നടുക്കോട്ട് വരയ്ക്കുന്ന വര, അപ്പെക്സിൽ നിന്ന് ബേസിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ, ലംബമായിട്ടുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ വരും, ഇത് പാദവക്കിന്റെ പകുതിയല്ലേ, മുഴുവനും A ആണെങ്കിൽ ഈ നടുക്കുന്ന് ഇവിടുത്തെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന വര എയുടെ പകുതിയാണ്. ഇത് ഞാൻ ആദ്യത്തെ പാട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് L സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ, അപ്പൊ A/2 സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇനി ഇവിടെ L സ്ക്വയർ എന്താണ്, ഇത് രണ്ടും തുല്യമാണെങ്കിൽ L എന്ന് പറയുന്ന A/2 കിട്ടി. അപ്പൊ അതങ്ങ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A/2 സ്ക്വയർ ഈക്വൽ ടു A/2 സ്ക്വയർ പ്ലസ് H സ്ക്വയർ എന്ന് വന്നല്ലോ. അപ്പോൾ H എന്താണ്, H സ്ക്വയർ ഈക്വൽ ടു A/2 സ്ക്വയർ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന A/2 സ്ക്വയർ മൈനസ് ഇവിടെ പ്ലസ് ചെയ്തിരിക്കുന്ന അപ്പുറത്ത് വന്നപ്പോൾ മൈനസ് ആയി A/2 സ്ക്വയർ എന്ന് വന്നല്ലോ. സെയിം സംഗതികളെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വന്നല്ലോ. ഈ H സ്ക്വയർ 0 ആണെങ്കിൽ H എന്താകും, Hഉം 0 അല്ലേ. ഈ H എന്താണ്, സ്തൂപികയുടെ ഉയരമാണ്, ഈ പിരമിഡിന്റെ ഹൈറ്റ് ആണ്. അതായത് ഈ പിരമിഡിന്റെ ഹൈറ്റ് 0 എന്ന് പറഞ്ഞു. പിരമിഡിന്റെ ഹൈറ്റ് ഇല്ലെങ്കിൽ അതൊരു പിരമിഡ് ആവുമോ? ഒരു സ്തൂപികയ്ക്ക് ഹൈറ്റ് ഇല്ല, ഉയരമില്ല എന്ന് പറഞ്ഞാൽ ഇത് സ്തൂപികയാകുകയല്ല. സ്തൂപികയാകണമെങ്കിൽ അതിന് ഹൈറ്റ് ഉണ്ടാവണം, അതാണ് അതിന്റെ മെയിൻ ഫാക്ടർ അല്ലെ. ഉയരം ഉണ്ടാവണം, അത് ഇങ്ങനെ കൂർത്ത് വന്നാൽ മാത്രമേ അത് സ്തൂപികയാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് സ്തൂപികയാകല അല്ല. ഇത് 3D ഷേപ്പാണ്. സ്തൂപിക എന്ന് പറയുന്നത് ഒരു 3D ഷേപ്പാണ്, അതിന് ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഹൈറ്റ് 0 ആയിട്ടാണ് കിട്ടിയത്. എങ്ങനെ എടുത്തപ്പോൾ A സ്ക്വയറും 2ALും സെയിം ആക്കി എടുത്തപ്പോൾ, അതായത് ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും തുല്യമായിട്ട് എടുത്തപ്പോൾ എന്തായി, ഹൈറ്റ് 0 ആയി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്യാൻ വി മേക്ക് എ സ്ക്വയർ, സോ ആൻസർ എന്താ, വി കനോട്ട് മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ദ ഗിവൺ ഇൻഫർമേഷൻ. തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. തന്നിരിക്കുന്ന രീതിയിൽ നമുക്കൊരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് എഴുതിയാൽ മതി. എല്ലാ ചോദ്യങ്ങളും മനസ്സിലായല്ലോ.